വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂരിപക്ഷം നേടുന്നതിനായി ലീഗ് സ്വതന്ത്രന് CPIM 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന കള്ളം പൊളിഞ്ഞു. ആരും തനിക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് ലീഗ് അംഗം EU ജാഫർ. കോൺഗ്രസ് നേതാവ് മുസ്തഫയോട് തമാശയായി പറഞ്ഞ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും ജാഫർ. വർഗീയ കക്ഷികളുമായുള്ള അവിശുദ്ധ സഖ്യമേൽപ്പിച്ച നാണക്കേട് മറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് CPMനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. വടക്കാഞ്ചേരിയിൽ ലീഗ് സ്വതന്ത്ര അംഗം ജാഫറിനെ കൂറുമാറ്റുന്നതിന് CPIM 50 ലക്ഷം വാഗ്ദാനം നൽകിയെന്നായിരുന്നു ആരോപണം. പണം കൈപ്പറ്റിയ ശേഷം ജാഫർ LDFനെ പിന്തുണയ്ക്കുകയായിരുന്നെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ആരോപണം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് മാറി ചെയ്തത് തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് ജാഫർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. CPMനെതിരെയുള്ള ആരോപണം തെറ്റാണെന്നും ആരോപണം തെളിയിക്കാൻ കോൺഗ്രസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നതായും ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. വാർത്തകൾ വഴിതിരിച്ചു വിടാനുള്ള ഒരു അഭ്യാസം മാത്രമാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന UDFൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ കള്ളപ്രചാരവേല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വളരെ സത്യസന്ധമായിട്ട് പറയാം, അത്തരത്തിൽ ഒരു ശ്രമവും ഈ ജില്ലയിൽ സംസ്ഥാനത്ത് ഒരിടത്തും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും നേതാവ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം പറയട്ടെ. ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഒരു തരത്തിലുള്ള നേർബന്ധങ്ങളോ അല്ലെങ്കിൽ വളഞ്ഞ വഴിയുള്ള ബന്ധങ്ങളോ അദ്ദേഹവുമായിട്ട് ചെയ്തിട്ടില്ല. കോൺഗ്രസ് പ്രചരിപ്പിച്ച ഓഡിയോ സന്ദേശത്തിന് മറുപടിയായി ജാഫർ തന്നെ രംഗത്തെത്തി. കൂറുമാറ്റത്തിനായി തന്നെ ആരും സമീപിച്ചിട്ടില്ലെന്നും ശബ്ദ സംഭാഷണം തമാശയായിരുന്നെന്നും ജാഫർ പറഞ്ഞു. ഇല്ല, ഞാൻ ഒരാളെന്നും 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ല, ഈ ഫ്രണ്ട്ലി ടോക്ക് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? അല്ല, ഞാനും അവനായിട്ടുള്ള ഒരു റിലേഷൻ്റെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇനിയിപ്പോൾ LDFന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും എന്നെ വന്ന് കാണുകയാണെങ്കിൽ ആരും കണ്ടിട്ടില്ല. ഒരു പ്രേരണയുടെ പുറത്തും ചെയ്തതല്ല. ഇതോടെ കോൺഗ്രസിന്റെ കള്ളക്കളി വെളിച്ചത്ത് വന്നു. നാണക്കേട് മറയ്ക്കുന്നതിനും വാർത്തകൾ തിരിച്ചുവിടുന്നതിനും വേണ്ടി കോൺഗ്രസ് നടത്തിയ വെറും നാടകമായിരുന്നു ഈ ആരോപണം. അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ജാഫറിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. കൈരളി ന്യൂസ്, തൃശൂർ.